ഹായ് ഗൈസ്, ഇനി ഒരിക്കലും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചില്ല എന്ന് കരുതിയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഗൾഫൊക്കെ നിർത്തി പോയതാണ്. പക്ഷെ ഈ വർഷം വന്നപ്പോഴും ഞാൻ ഗൾഫിലാണ്. എൻ്റെ ഇടയിൽ കുറെ കാലം യൂട്യൂബ് ചാനലും കൊണ്ട് നടന്നിനി. അന്നൊക്കെ മര്യാദയ്ക്ക് ഞാൻ ആ യൂട്യൂബിലും കൊണ്ട് നടന്നതെന്ന് നിൽക്കണത് ഞാനിപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തിനി. ഭക്ഷണം ഉണ്ടാക്കൽ എൻ്റെ ഒരു പ്രൊഫഷനും യൂട്യൂബിൻ്റെ ഒരു പാഷനുമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര തിരക്കാണെങ്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് എന്നും ഓരോ വീഡിയോ വെച്ചാണ് ഇങ്ങനെ അപ്ലോഡ് ആക്കണത്. അത് ഞാൻ നിർത്താനും കരുതണില്ല. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ അല്ലേ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ ഗൾഫിൽ പോകണം, ഗൾഫിൽ പോയാണ് എന്തെങ്കിലുമൊക്കെ ആവണമെന്നില്ലേ. ഇൻഷാ അല്ലാഹ് ഓരോ ആഗ്രഹങ്ങളൊക്കെ ശരിയാകും. അതിനും വേണ്ടിയാണ്ടില്ലേ കഠിന പ്രയത്നത്തിലാണ് ഞാൻ. ഒപ്പൻ്റെ പാഷനും ഞാൻ ഒപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കഠിനമായി പ്രയത്നിക്കുമ്പോൾ നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്താണ്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിക്കാരം. എല്ലാവരും പറയും നേരായ വഴിക്ക് കൂടെ പോകണം, നേരായ വഴിക്ക് കൂടെ പോകണം. നേരായ വഴിക്ക് കൂടെ പോകണമെങ്കിൽ കുറേ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുമാതിരി ചെറിയ ഷോർട്ട് കട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തും. മാർഗമല്ലല്ലോ ലക്ഷ്യമല്ലേ പ്രധാനം. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഗേറ്റിന്റെ അവിടെ എത്തിക്കണം. ഗേറ്റിന്റെ അവിടെ എത്തുമ്പോൾ സംഭവമാണ് ഇതെന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ കരുതുണ്ടാവും. ഇതന്നെ കണ്ടോ, കുറെ ആൾക്കാർ ഇങ്ങനെ കാത്ത് നിൽക്കണേ. അതായത് ഡ്യൂട്ടിക്ക് പോകാനുള്ള വണ്ടിക്കും കാത്ത് നിൽക്കണേ. എന്നാൽ ചില ആൾക്കാരെ ഡ്യൂട്ടിക്ക് പോകാനുള്ള വണ്ടി എത്തിക്കണ്, ആൾക്കാരെത്തിയിട്ടില്ല. അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ അതേമാതിരി ഡ്യൂട്ടിക്ക് പോവുകയാണ്. അതേമാതിരി നമ്മളെ ടാക്സിക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലും വന്ന് നിൽക്കണമെങ്കിൽ കയറിയാണ്ട് പോകാതെ എഴുതിയാണ്ട് ഇങ്ങനെ നിൽക്കണേ. ഞാൻ ഏതായാലും വെയിലും കൊണ്ടാണ്ട് നേരെ ഡ്യൂട്ടിക്ക്. ഈ വെയിൽ കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ വെളുക്കണമെന്ന് തോന്നുന്നത്. ഇല്ലേ, ഞാൻ പണ്ടത്തിലാറെ കുറച്ചും കൂടി കളർ കൂടിയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് എപ്പോഴും പറയില്ല നിങ്ങൾ ഗ്ലാമറാണ്. റൂമിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര ഗ്ലാമറായിക്കാരം. പിന്നെ ഈ അടുപ്പത്തും ഇതിൻ്റെ കരിയും പോയൊക്കെ തട്ടിയാണ്ട് ആകാൻ കറക്കും ചെയ്യും. എന്താല്ലേ. പക്ഷേ ഈ പണിയാണെങ്കിലും ഇതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഫുഡിനൊന്നും ഒരു മുട്ടുണ്ടാവില്ല. എത്ര വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ടേ കച്ചവടമുള്ളൂ. നമ്മളത് റെസ്റ്റോറൻറ്റ്, പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മലബാറി ഫുഡ് ഉണ്ടാക്കാൻ ഓർഡർ തരും. അങ്ങനെ ഇന്ന് നമുക്ക് നല്ല കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പോൾ ഇന്നത്തെ ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞിരിക്കണേ ഇനി എന്നും കുറേശ്ശെ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിരിക്കണേ. ഞാൻ പോലും അറിയാതെ ഞാനൊരു വലിയ സംഭവമായി മാറിയിരിക്കണേ. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ നോൽമ്പ് തുറക്കാനുള്ള ഇതിന് വേണ്ടിയാണ്ടില്ല ഫ്രൂട്ട്സ് കട്ടിങ് ആണ്. ഇവിടെ പൊരികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു ചങ്ങായി, വേറൊരു മോയന്തിനോടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഓനോട് പറഞ്ഞു വെച്ചാൽ എല്ലാം ഒന്ന് എടുക്കിട്ടോ പറഞ്ഞു. അതിന് ഓൻ അതേമാതിരി തന്നെ കാട്ടിക്കണേ. എല്ലാം എടുത്തുക ഇനി ഇടക്കിടക്ക് എടുക്കിട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓൻ ഇനി ഇടക്കിടക്ക് എടുക്കുക. ഏതായാലും ഓൻ്റെ ഒരു ഇലിമ്പ് നോക്കങ്ങൾ എന്ത് പറഞ്ഞാലും അതേമാതിരി അനുസരിക്കും. അതിലൊന്നും വേറെ വർത്താനോ കാര്യങ്ങളോ എതിരോ ഒന്നും പറയില്ല. ഇതിപ്പോൾ നമുക്ക് പാർസൽ കുറേ പോകുന്നുണ്ട്. അപ്പോൾ പാർസൽ പോണത് കണ്ടെയ്നറിലൊക്കെ ആക്കിയാണ്ട് നല്ല കവറിലൊക്കെ ഇട്ടാണ്ട് സെറ്റാക്കി വെച്ചതാണിത്. ഇതേമാതിരി ഇതെല്ലാം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവൻ്റെ ക്യാമറ നിങ്ങൾ നോക്കണം, ഫുള്ള് വളഞ്ഞിട്ടും തിരിച്ചിട്ടും. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വിരലും വന്നല്ലോ, വിരലൊക്കെ വരുന്നുണ്ട്. ഞാനത് കണ്ടിട്ട് കുറേ ചിരിച്ചിട്ടോ. സർവീസിൻ്റെ ഏരിയയിൽ നിൽക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിക്കാരം, ഭയങ്കര പീസ് ആയിക്കാരം, ഭയങ്കര സമാധാനം ആയിക്കാരം. പക്ഷേ കിച്ചൻ്റെ ഉള്ളിൽ വന്നാൽ ഫുള്ള് ബിസി ആയിക്കാരം. മിക്സിൻ്റെ സൗണ്ട്, അതേമാതിരി പല ജാതി സൗണ്ട്, അത് ഇത് എക്സോസ്റ്റ് ഫാൻ്റെ സൗണ്ട്. ഇതിപ്പോൾ ഉസ്താദ് എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതാ മൂപ്പരാണ് നമ്മളെ ഉസ്താദ്. ഇവിടുത്തെ പാകിസ്ഥാൻ ഫുഡ് മൂപ്പരാണ് കാര്യമായിട്ട് ചെയ്യണത്. ഇതിപ്പോൾ പാകിസ്ഥാൻ സമൂസ, ഉള്ളിൽ ആലു നമ്മളെ മറ്റേ കേങ്ങൊക്കെ വെച്ചാണ്ട് ഇതാകണ്ടില്ല. ആ ചങ്ങായി ഉണ്ടാക്കി നോക്കി കുറച്ച് വെള്ളം കൈമത്തേക്കും. എന്നിട്ട് മടക്കാണ്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കേങ്ങും സംഭവങ്ങളൊക്കെ കേങ്ങ് കഴിഞ്ഞിരിക്കണമല്ലോ അല്ല വേറെ പാത്രത്തിലുണ്ട്. അവിടുന്ന് എടുത്താണ്ട് അത് ഇട്ടാണ്ട് നനച്ചാണ്ട് അതിനെ ഒട്ടിച്ചാണ്ട് ഇതേമാതിരി സെറ്റ് ആക്കിയാണ്ട് അയക്കണം വെക്കും. ഞാൻ എന്താ പരിപാടി വെച്ചാൽ നേരെ എടുത്താണ്ട് എണ്ണീക്കാൻ ഇട്ടാൽ മതി. ഇവർ വേറെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്, കാരണം അതൊന്നും കാട്ടിത്തരാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻ്റെ സൗണ്ട് കൊണ്ട് ഒന്നുകൊണ്ട് ആകെ അലമ്പായി കാരണം ഈ ഓൺ വോയിസിൽ അല്ല ശരിക്കുള്ള വോയിസ് കേൾക്കണമെങ്കിൽ. ഇതിപ്പോൾ ബീഫ് കറിയൊക്കെ ഓർഡർ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ചൂടാക്കി ഇങ്ങനെ വെക്കണം. ഓനെ കണ്ടെയ്നറിലാക്കി കൊടുക്കണേ, ഇവനായിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടണേ, ഇതേമാതിരി പാക്കറ്റ് ആക്കിയാണ് സെറ്റാക്കി. നമ്മളെന്താ ഒരു പരിപാടി ചെയ്യുമ്പോൾ നമ്മളെ ഒരു ടീം വർക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ അത് വൻ വിജയമായിട്ട് മാറും. എന്തായാലും ഇവിടെ കുറേ ബിരിയാണി 3 ഐറ്റംസ് ബിരിയാണികൾ അവിടെ സെറ്റുണ്ട്. ഞാൻ പിന്നെ ഇടക്കിടക്ക് പറയണ മാതിരി ഞാൻ പിന്നെ മെയിനാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി വെക്കും. നോമ്പ് തുറക്കാനുള്ള സമയം കൊണ്ട് തന്നെ ഡെലിവറി ബോയ്സ് എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഡെലിവറി ബോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷബീർ ഭായി ആയിരുന്നു ഒജ്ജ് സാധനങ്ങളൊക്കെ എടുത്താണ്ട് സൈക്കിൾ വെക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ ഓൻ്റെ റിസ്കിൽ ഓന് സൈക്കിളും ചവിട്ടിയാണ്ട് കുറച്ചപ്പുറം പോകണം, ചവിട്ടിയാണ്ട് ഓന് നോറ്റാണ്ടാണ് കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. ഓനെന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയാണ് എന്തിനാണെങ്കിലും. ഈ ചോപ്പ് തൊപ്പിട്ടിരിക്കുന്നത് ഓൻ്റെ അങ്കിളാണ്. ഇനിയിപ്പോൾ ഓനാൾ ഉസ്സാറാണ്, ഭയങ്കര കോമഡി വോയിസ്.